തരൂർ വീണ്ടും ന്യായീകരിക്കുകയാണ്. താൻ പാർട്ടി വിരുദ്ധനല്ല, പക്ഷേ തൻ്റെ നിലപാടുകൾ അത് രാഷ്ട്രത്തിനൊപ്പമാണ് എന്നതാണ്. തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതൊക്കെയാണ് തരൂർ പറയുന്ന വാദങ്ങൾ. എന്തായാലും ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി കൂടുതൽ അടുക്കുകയാണ്. ദേശീയ നേതൃത്വവുമായി ചില തർക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. എന്താണ് ഈ നീക്കം? വിശദമായി പരിശോധിക്കാം. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിന് വിഭിന്നമായി കോൺഗ്രസിൻ്റെ ഈ പുതിയ നിയമസഭാ ഒരുക്കത്തിന് തരൂർ കൂടി ഒപ്പം ഉണ്ടാവുന്നത് വലിയ ഊർജ്ജം നൽകുന്നതാണ്. തരൂർ പലപ്പോഴും വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, വിശദീകരിക്കാൻ പാടുപെട്ടിട്ടുണ്ട്. ഇത്തവണ ഈ തരൂരിൻ്റെ നീക്കം എന്താണ്? തരൂരും സംസ്ഥാനത്തെ നേതാക്കളുമായുള്ള ആശയവിനിമയം സജീവമാണോ? ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രതീതി പലതവണ ഉയർന്നു കേട്ടതാണ്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് അടക്കം അദ്ദേഹം പല വിഷയങ്ങളിലും നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ പുറത്തേക്ക് പോകാൻ തരൂരൊരു കാരണമുണ്ടാക്കുകയാണ് എന്ന തരത്തിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിനിടയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശശി തരൂർ വീണ്ടും കോൺഗ്രസ് പാർട്ടിയുമായി സജീവമായി അടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പരിഭവം മറന്ന് വീണ്ടും പാർട്ടി വേദികളിൽ സാന്നിധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലൊക്കെ തിരുവനന്തപുരത്ത് ശശി തരൂർ കൃത്യമായി തന്നെ പങ്കെടുത്തിരുന്നു. അതിനുശേഷം എന്താകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നതിനിടയിലാണ് വയനാട്ടിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പൂർണ്ണമായും മുഴുവൻ സമയവും പങ്കെടുക്കാൻ ശശി തരൂർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയുമായി ഇനിയൊരു ഏറ്റുമുട്ടലിനില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായ ഭിന്നതയ്ക്ക് ഇനി അവസരം കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തരൂർ അനുകൂലികൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു നീക്കമാണ് ശശി തരൂർ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും അദ്ദേഹം കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അവാർഡ് വേദിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൃത്യമായി മറ്റ് പാർട്ടിയിലെ നല്ല കാര്യങ്ങളെ കൃത്യമായി പ്രശംസിച്ച് പറഞ്ഞത് വലിയ വിമർശനങ്ങൾക്ക് പലപ്പോഴും വഴിവെച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നൊരു നിലപാടിൽ താൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അത്തരത്തിലുള്ള നിലപാടുകളിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുമില്ല. അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗമായി സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം മുൻപന്തിയിൽ തന്നെ മുഖ്യധാരയിൽ തന്നെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. തരൂരും സംസ്ഥാന നേതൃത്വവും കൂടുതൽ എടുക്കുന്നു. ഡാൻ, ഈ വയനാട്ടിലെ ക്യാമ്പ് അങ്ങേറ്റം നിർണായകമാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിയമസഭാ ഒരുക്കത്തിൽ. അപ്പോൾ തരൂർ കൂടി ചേരുമ്പോൾ ഒരു ഘട്ടത്തിൽ തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി എന്ന വിശേഷണം പോലും ആരൊക്കെയോ അദ്ദേഹത്തിന് ചാർത്തി നൽകിയതാണ്. ആ തരത്തിൽ ചർച്ചകൾ നടന്നതുമാണ്. അപ്പോൾ തരൂർ കൂടി ഈ ക്യാമ്പയിൻ്റെ, ഈ സ്ട്രാറ്റജി മേക്കിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമാകുമ്പോൾ തരൂർ കൂടി ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ മുന്നണി സംവിധാനം അത് കൂടുതൽ സ്വീകാര്യത കിട്ടും എന്നൊരു വിലയിരുത്തലും ആ ഒരു ഉറപ്പിലും സംസ്ഥാനത്തെ മറ്റു നേതാക്കളും എത്തിച്ചേർന്ന് കഴിഞ്ഞതാണോ? അതായത് ഗാന്ധി കുടുംബത്തിൻ്റെ കൃത്യമായ ഒരു പിന്തുണ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും ശശി തരൂരുമായി വളരെ അടുത്ത ഒരു വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുമായി ഏറെ നാളായി നിലനിന്നിരുന്ന ഒരു അകലമൊക്കെ മറന്ന് വീണ്ടും അവർ ചർച്ച ചെയ്യുന്നതൊക്കെ വലിയ തരത്തിൽ ദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം ശശി തരൂരിൻ്റെ ഒരു പ്രൈം റോളിലേക്ക്, മുഖ്യധാരയിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. കാരണം തരൂർ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിലും പാർട്ടി വിടുന്ന തരൂരിന് കോൺഗ്രസിനെതിരെ വലിയൊരു ആയുധമായി മാറാനുള്ളൊരു പ്രഹരശേഷി കൈവരും. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം തരൂർ വിഷയത്തിൽ നിലപാടെടുക്കാൻ എന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ കൃത്യമായി പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്ന നിലപാടിലാണ് അവർ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്തേക്ക് അടക്കം, പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചാരകരിൽ ഒരാളായി ശശി തരൂർ എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. അതോടൊപ്പം
ദേശീയ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിൽ മുഖ്യധാരയിലേക്ക് ശശി തരൂരിനൊരു അവസരം ഒരുങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം അവിടെ സോണിയാഗാന്ധി എടുക്കുന്ന നിലപാട് നിർണായകമായി മാറും. ശശി തരൂരിനെ പാർട്ടിയോടൊപ്പം നിർത്തണം, പ്രകോപനപരമായ ഒരു പ്രസ്താവനകൾ അതുമായി ബന്ധപ്പെട്ട തരൂർ എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടുണ്ടാകരുതെന്നൊരു നിർദ്ദേശം ദേശീയ നേതൃത്വം തന്നെ നൽകിയതിൻ്റെ ഒരു കാരണം അതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കാരണം BJP ഏത് വിധേനയും ശശി തരൂരിനെ കൃത്യമായി കൂടെ കൂട്ടാനുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ അപ്പോൾ തരൂർ നേരിട്ട് BJPയുടെ ഭാഗമാകാനുള്ള ക്ഷണം നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തക്കം പാർത്തിരിക്കുന്ന ഒരു ശക്തി മറുവശത്ത് ഉള്ളതിനാൽ തരൂർ വിഷയത്തിൽ നടത്തുന്ന ഓരോ ഇടപെടലും പ്രസ്താവനകളും ജാഗ്രതാപൂർണ്ണം മാത്രമായിരിക്കണം. അതിനപ്പുറത്തേക്ക് പ്രകോപനപരമായ ഒരു പ്രസ്താവനകളും ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നൊരു നിലപാട് ദേശീയ നേതൃത്വം തന്നെ സ്വീകരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന കേരളത്തിൽ കോൺഗ്രസുമായി വീണ്ടും ചേർന്ന് നിന്നുകൊണ്ട് സജീവമായി പാർട്ടി വേദികളിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. യെസ്, അതാണ്. എന്തായാലും തരൂർ കൂടി ചേരുന്നതോടെ UDFന്റെ നിയമസഭാ ഒരുക്കം കൂടുതൽ ശക്തമാകും. ഇതാണ് അവരുടെ പ്രതീക്ഷകൾ. വളരെ നന്ദി ഡാൻ. യെസ്, നമ്മൾ പറഞ്ഞതുപോലെ ശശി തരൂർ കൂടി കോൺഗ്രസിനൊപ്പം കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാവുകയാണ്. അങ്ങനെ തരൂരുണ്ടാക്കിയ വിവാദങ്ങൾക്കെല്ലാം തൽക്കാലം ഇടവേള. ആ ഇടവേളയിൽ കോൺഗ്രസ് തരൂരിൻ്റെ കൂടി പിന്തുണയിൽ കൂടുതൽ കരുത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ